അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉംറ കഴിഞ്ഞ് അജ്മൽ സാർ നേരെ മദീനയിലേക്ക് പോവുകയാണ്. മനസ്സിനുള്ളിൽ ഒരുപാട് സ്വപ്നങ്ങൾ. അങ്ങനെ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം താൻ ഏറെ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ആദ്യം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഏൽപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മദീനയിലെ ആ ഒരു പച്ചക്കുബ്ബ കണ്ടപ്പോൾ തന്നെ മനസ്സ് വല്ലാതെ അങ്ങ് നിറഞ്ഞുപോയി. എന്താണെന്നറിയില്ല, മനസ്സിനുള്ളിലെ ആഗ്രഹമാണ് ഹബീബിൻ്റെ ചാരത്ത് എത്തുക എന്നത്. എന്തൊക്കെ തന്നെയാലും അൽഹംദുലില്ലാഹ് ഹബീബിൻ്റെ ചാരത്തെത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അവിടെ നിന്ന് തിരിച്ചു പോരുവാനേ തോന്നുന്നില്ല. റൗള ഷെരീഫ് സിയാറത്ത് ചെയ്തു. മുത്ത് ഹബീബിൻ്റെ ചാരത്തുള്ള സ്വർഗ്ഗപ്പൂന്തോപ്പിൽ നിസ്കരിച്ചു. പടച്ചറബിനോട് ഒരുപാട് ദുആ ചെയ്തു. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൻ്റെ ചാരത്താണല്ലോ ഞാനുള്ളത്. റഹ്മാനെ, മുത്ത് ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണേ അല്ലാ. അജ്മൽ സാർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഹബീബിൻ്റെ റൗള ഷെരീഫ് കണ്ടപ്പോൾ സങ്കടം സഹിക്കുവാനേ കഴിയുന്നില്ല. അതെ, ഹബീബ് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, യാതനകൾ എല്ലാം മനസ്സിലേക്ക് കടന്നു വന്നു. യാ അല്ലാ റബ്ബേ, എൻ്റെ ഉമ്മാക്കും കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അള്ളാഹുവേ, അതിനുള്ള ഭാഗ്യം നീ നൽകല്ല. സത്യം പറഞ്ഞാൽ റൗള ഷെരീഫിൽ നിന്ന് പോരാൻ തന്നെ അജ്മൽ സാറിന് തോന്നുന്നില്ല. എന്തെന്നറിയില്ല, അവിടെ നിൽക്കുമ്പോൾ വല്ലാത്ത മനസ്സിനൊരു കുളിർമ, വല്ലാത്തൊരു മുഹിബ്. സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലി അവിടെ ഇരുന്നു കൊണ്ട് ഹബീബിൻ്റെ പേരിൽ ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് നിസ്കരിച്ചു. എന്താണെന്നറിയില്ല, അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ തോന്നുന്നു. ഒരു നിമിഷം വിചാരിച്ചു പോയി, റബ്ബേ, ഇവിടെയുള്ള ഈ ഒരു കാവൽക്കാർ, സെക്യൂരിറ്റികൾ, ഇവരിൽ ഒരാളായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും ഹബീബിൻ്റെ ചാരത്ത് നിൽക്കുവാൻ കഴിയുമായിരുന്നു. ഒരു നിമിഷം വിചാരിച്ചു പോയി, ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം റബ്ബേ. കഅബ ഷെരീഫായാലും റൗള ഷെരീഫായാലും അതിൻ്റെ അടുക്കൽ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റികളെ കാണുമ്പോൾ വിചാരിച്ചു പോയിട്ടുണ്ട്, ഇവരുടെയൊക്കെ ഭാഗ്യം. എന്നും അവർക്ക് ഹബീബിൻ്റെ ചാരത്ത് നിൽക്കാം, പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷെരീഫിൻ്റെ അരികിൽ നിൽക്കാം. റബ്ബേ, അജ്മൽ സാർ മനസ്സിൽ ഒരുപാടങ്ങ് കൊതിച്ചുപോയി, ആ ഒരു സ്ഥാനം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതിനിടയിൽ പലരെയും പരിചയപ്പെട്ടു. അറബികൾ, സുഡാനികൾ, നീഗ്രോകൾ, ഇംഗ്ലീഷുകാർ, അങ്ങനെ വിവിധ ഇനം വർണ്ണങ്ങളിലുള്ളവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ. അതെ, എല്ലാവരോടും അജ്മൽ സാറ് സംസാരിച്ചു. അവരിങ്ങോട്ടും നല്ല രീതിയിലുള്ള പെരുമാറ്റമുള്ള ആളുകൾ, ഒരുപാട് വെറൈറ്റി ഭാഷകൾ, കളറുകൾ, ഷേപ്പുകളുള്ള ഓരോ ആളുകളെ കാണുമ്പോഴും അജ്മൽ സാർ വിചാരിച്ചു, റബ്ബേ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ. അള്ളാഹുവിൻ്റെ ഒരു അപാര ശക്തി തന്നെയാണ്. കാരണം ഒരാൾക്ക് ഒരു മുഖഷേപ്പുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അതില്ല. അത്രക്കും എത്രയെത്ര മുഖങ്ങളാണ് പടച്ചറബ് സൃഷ്ടിച്ചിട്ടുള്ളത്, എത്രയെത്ര വർണ്ണങ്ങളാണ്. എന്താലേ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് തന്നെ എല്ലാം. ഒരുപാട് ആളുകളെ അതാ കാണുന്നു. ഒരുപാട് ഭാഷകളിൽ, നിറങ്ങളിൽ, വർണ്ണങ്ങളിൽ, അങ്ങനെ എത്രയെത്ര. ശരിക്കും അജ്മൽ സാർ അത്ഭുതപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചോർത്ത്. റബ്ബേ, ഈ കണ്ട മനുഷ്യർക്കെല്ലാം നീയാണല്ലോ അന്നം നൽകുന്നത്. അല്ലാ റഹ്മാനെ, നീ എത്ര കാരുണ്യവാനാണ്. അജ്മൽ സാർ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. റൗള ഷെരീഫിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയാണ്. അവിടെ കുറച്ച് ദിവസം റൂമെടുത്ത് സെറ്റിൽഡ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അറബിയമ്മയുടെ വീട് അടുത്താണ്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇന്ന് അറബിയമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അവർ അറിയരുത്. റൗള ഷെരീഫിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പിന്മാറുമ്പോൾ അജ്മൽ സാറിന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. റബ്ബേ, അകന്നകന്നു പോകുന്ന ആ ഒരു പച്ചക്കുബ്ബ, അത് കണ്ണിൽ നിന്ന് മറയുമ്പോൾ വല്ലാത്ത മനസ്സിലൊരു വിഷമം. എങ്കിലും സമാധാനമുണ്ട്, റബ്ബേ, ഞാൻ ഈ മദീനയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച്. റൗള ഷെരീഫിൽ നിന്ന് അജ്മൽ സാറ് അതാ പുറത്ത് കിടക്കുന്നു സങ്കടത്തോടെ. തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ മുഹ്സിനയ്ക്ക് വേണ്ടി എന്തൊക്കെയോ വാങ്ങണം. അത് മനസ്സിലെ ആഗ്രഹമാണ്. ആദ്യം തന്നെ അജ്മൽ സാർ പോയത് ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് നല്ല മനോഹരമായൊരു പർദ്ദ എടുക്കണം. അതുപോലെ എൻ്റെ അളിയനായ സിനാനും, അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. സിനാന് നല്ല ഡ്രസ്സും നല്ല വാച്ചും എല്ലാം വാങ്ങുന്നു. മുഹ്സിനക്കും തന്നെ നല്ല അടിപൊളി പർദ്ദയും
ഡ്രസ്സുകളും എല്ലാം വാങ്ങുന്നു. എനിക്ക് എൻ്റെ സന്തോഷത്തോടെ കൊടുക്കാൻ ഇപ്പോൾ ഇതാണ് ഉള്ളത്. ഇനി ഇൻഷാ അല്ലാ ഇതിനേക്കാൾ നല്ലതെല്ലാം വാങ്ങിക്കൊടുക്കണം. എങ്കിലും മദീനയിലുള്ള ഒരു സാധനം വാങ്ങുമ്പോൾ അതൊരു ഗിഫ്റ്റായിട്ട് അജ്മൽ സാറ് അവൾക്ക് വേണ്ടി കരുതുന്നു. എന്നാൽ ഈ സമയം അറബിയുമ്മയെക്കുറിച്ച് ഓർത്തു. റബ്ബേ, അറബിയുമ്മക്ക് ഞാൻ എന്ത് കൊടുക്കും? അല്ലെങ്കിലും അറബിയുമ്മക്ക് എന്ത് കൊടുക്കാനാണ് എനിക്കറിയുന്നില്ല. കാരണം ഇവിടെ എത്രയോ ഷോപ്പുകൾ, എത്രയോ കമ്പനികൾ എല്ലാം അറബിയുമ്മയുടെ പേരിലാണ്. പക്ഷേ എൻ്റെ ചെറിയ സമ്മാനമെന്ന് ഒരു പക്ഷേ അവർക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും എന്തായിരിക്കും ഞാൻ കൊടുക്കുക എനിക്കറിയുന്നില്ല. അറബിയുമ്മക്ക് എന്ത് വാങ്ങണമെന്ന് ഒരു പിടുത്തവുമില്ല. ഒടുവിൽ അത് ചെയ്യുകയാണ്. അജ്മൽ സാർ ഒരു മനോഹരമായൊരു മുസല്ലയാണ് അറബിയുമ്മക്ക് വേണ്ടി വാങ്ങിയത്. കാരണം എനിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം ഇതായിരിക്കും. അല്ലാതെ അവർ ധരിക്കുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ അതൊന്നും ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഈ വിലക്ക് വാങ്ങുന്നതിന് തുല്യമാവില്ലല്ലോ. അങ്ങനെ അറബിയുമ്മക്ക് നിസ്കരിക്കുവാനുള്ള ഒരു മുസല്ല അതും വാങ്ങി അവർക്കുള്ളതെല്ലാം പാക്ക് ചെയ്ത് നേരെ അതാ അജ്മൽ സാറ് അറബിയുമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അറബിയുമ്മയുടെ വീട്ടിലേക്കെത്തി അവിടെ ഗേറ്റ് അവർ തുറന്നു. തലാൽ പെട്ടെന്ന് അങ്ങോട്ട് വാഹനവുമായി വരുന്നുണ്ടായിരുന്നു. കയ്യിൽ കവറുമായി വരുന്ന അജ്മൽ സാറിനെ തലാൽ കണ്ടു. അജ്മൽ, ഇങ്ങോട്ട് കയറി വരൂ. അല്ല, ഉംറ കഴിഞ്ഞ് വന്നോ? മാഷാ അല്ലാ. സലാം പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. പിന്നെ എവിടെ അറബിയുമ്മ? ഞാൻ ഉമ്മയെ വിളിക്കാം. നേരെ അതാ തലാൽ അകത്തേക്ക് ചെന്നു. ഉമ്മ, യാ ഉമ്മി. മോനെ തലാൽ, മോൻ വന്നോ? ഉമ്മി, അത് അവിടെ അജ്മൽ വന്നിട്ടുണ്ട്. അജ്മൽ? മാഷാ അല്ലാ. മോനെ കയറി വരാൻ പറയോ? എന്നാൽ നേരെ അതാ അജ്മൽ സാറിനെ ക്ഷണിക്കുന്നു. അറബിയുമ്മ വാതിൽ തുറന്ന്, മോനെ അജ്മൽ കയറിയിരിക്കൂട്ടോ. അറബിയുമ്മ ഇതാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗിഫ്റ്റ് അതാ അറബിയുമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ അറബിയുമ്മക്ക് വേണ്ടി മദീനയിൽ നിന്ന് വാങ്ങിയതാണ് ഇത്. മാഷാ അല്ലാ, മബ്രൂക്ക്. അറബിയുമ്മക്ക് ഒത്തിരി സന്തോഷം. മോനെ, നീ തന്നത് നല്ലൊരു ഗിഫ്റ്റാണ്. കാരണം പടച്ച റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് സുജൂദ് ചെയ്യുവാനുള്ള ഒരു പ്ലേസാണ് നീ എനിക്ക് തന്നിട്ടുള്ളത്. മാഷാ അല്ലാ. പൊന്നു മോനെ, ഞാൻ ഇതിൽ നിസ്കരിക്കുന്നിടത്തോളം കാലം എൻ്റെ പൊന്നു മോൻക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അജ്മൽ സാറിൻ്റെ ആ ഒരു സമ്മാനം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ വാങ്ങിയത്. അറബിയുമ്മ, എനിക്ക് എൻ്റെ പെങ്ങൾക്കും അളിയനും കൂടി ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. മോനെ, അത് പെങ്ങളെ ഞാൻ വിളിക്കാം. പെങ്ങളെ അല്ല, ആദ്യം അളിയനെ വിളിച്ചേക്കൂ. ഒരിക്കൽ പോലും മുഹ്സിനിയെ തനിച്ച് കാണുന്നത് അവൻക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മോനെ, അതൊക്കെ ഞാൻ പറയാം. മുഹ്സി. അറബിയുമ്മ. അതെ മോളെ, നിൻ്റെ സഹോദരൻ വന്നിട്ടുണ്ട്, അജ്മൽ. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അല്ലാ, പിന്നെ സിനാനെയും കൂട്ടി വരുവാനാണ് പറഞ്ഞത്. മോളെ, ഞാൻ എന്ത് പറയണം? അത് എനിക്കറിയുന്നില്ല റബിയുമ്മ. അത് നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ മോളെ, ഞാനിപ്പോൾ വരാം. അപ്പോൾ തന്നെ അതാ അജ്മൽ സാറിൻ്റെ അടുക്കലേക്ക് അറബിയുമ്മ വരുന്നു. മോനെ, അത് സിനാൻ ഇവിടെ ഇല്ല. മോൻക്ക് എന്താണ് പെങ്ങൾക്ക് കൊടുക്കാനുള്ളത് വെച്ചാൽ ഞാനിത് കൊടുത്തോളാം. അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് വിളിക്കാം. സിനാനില്ലേ? സിനാൻ എവിടെ പോയി അറബിയുമ്മ? മോനെ, സിനാൻ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയതാണ്. അറബി വിളിച്ചപ്പോൾ അവൻ പോയതാണ്. ഒരു നിമിഷം അജ്മൽ സാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ലാ. അവൻ അറബിയുമ്മയുടെ നേരെ ഈ കവർ നീട്ടി. ഇത് പിടിച്ചോളൂ. ഇത് അവർക്ക് കൊടുക്കാനുള്ളതാണ്. അവർ രണ്ടുപേരും നേരെ ആ ഗിഫ്റ്റ് വാങ്ങി മുഹ്സിനയുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു. മുഹ്സി, നിനക്ക് നിൻ്റെ ആങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ്. അല്ലാ, ഇതെന്താ? അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി. മാഷാ അല്ലാ, മനോഹരമായ ഒരു പർദ്ദയായിരുന്നു അതിൽ. റബ്ബേ, പർദ്ദയും അതിലേക്കുള്ള എല്ലാ ഡ്രസ്സും ഉണ്ട്. മറ്റേ കവർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അതെ, എൻ്റെ പ്രിയപ്പെട്ട സിനാനുള്ള ഡ്രസ്സായിരുന്നു അത്. നല്ല മനോഹരമായൊരു വാച്ചും. ഒരു നിമിഷം അവൾ ആ ഡ്രസ്സ് തൻ്റെ മുഖത്തോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിനുള്ളത്, പക്ഷേ കൊടുക്കാൻ എനിക്കിന്ന് കഴിയുന്നില്ലല്ലോ. അദ്ദേഹം
സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടം തോന്നി. മോളെ, എന്തൊക്കെയാണ് ഗിഫ്റ്റ്? അറബിയുമ്മ അത് പറഞ്ഞു വന്നു. ഉമ്മ, ഇതാ. ആഹാ, മാഷാ അല്ലാ, അതിമനോഹരമായിരിക്കുന്നു കേട്ടോ ഡ്രസ്സൊക്കെ. ആ, സിനാനുള്ള ഡ്രസ്സുണ്ടല്ലോ. ഉമ്മ, അവൾ കരയാൻ തുടങ്ങി. മോളെ കരയണ്ട, അവൻ വരുമ്പോൾ നിനക്കത് സർപ്രൈസായിട്ട് കൊടുക്കാമല്ലോ. എന്തൊക്കെ തന്നെയാലും അവൾക്ക് വല്ലാത്തൊരു സങ്കടമായി. അജ്മൽ സാറിനോട് അവൾക്ക് മിണ്ടണം, പറയണം എന്നൊക്കെ തോന്നി. അറബിയുമ്മ പറഞ്ഞു, മോളെ, നിനക്ക് അവനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറവിൽ നിന്ന് സംസാരിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതാ അജ്മൽ സാറിനോട് അറബിയുമ്മ അത് പറയുന്നു. അജ്മൽ, മുസ്സിയോട് നിനക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള ചാൻസ് ഞാൻ ഒരുക്കി തരാം. അങ്ങനെ അതാ അവർ രണ്ടുപേർക്കും സംസാരിക്കുവാനുള്ള ചാൻസ് അറബിയുമ്മ ഒരുക്കി കൊടുക്കുന്നു. മുഹ്സിന നേരെ ഫ്രണ്ടിലേക്ക് വന്നില്ല. അല്പം മറവിൽ നിന്നുകൊണ്ട് തന്നെ അവൾ അവളുടെ നിക്കാബ് താഴ്ത്തിയിട്ടുകൊണ്ട് അവനോട് സംസാരിക്കുന്നു. അജ്മൽ സാറേ. നോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സാറേ എന്നുള്ള വിളി ഒഴിവാക്കാൻ. ഇക്കാക്കെന്ന് വിളിച്ചോട് നിനക്ക്. എനിക്കതങ്ങ് ശീലമായിപ്പോയി, അതാണ്. അല്ല, സിനാൻ എപ്പോഴാണ് പോയത്? ഇത്ര പെട്ടെന്ന് പോകാനും ആയോ? നിങ്ങൾക്ക് ഒരുമിച്ച് കഴിഞ്ഞാൽ പോരായിരുന്നു പെണ്ണേ. എനിക്ക് എത്ര സന്തോഷം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് കഴിയുന്നതിൽ. എന്ത് പെട്ടെന്ന് അവൻ പോയത്? അത് അറബി വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ്. ഓ, ഞാൻ അങ്ങോട്ടൊന്ന് പോകണം വിചാരിക്കുന്നുണ്ട്, അറബി വീട്ടിലേക്ക്. എവിടെയാണ് ആ നമ്പർ എന്താ മാറിക്കണോ? ആ നമ്പർ ഒന്നുകൂടെ ഒന്ന് എൻ്റെലേക്ക് സെൻഡ് ചെയ്യട്ടോ. ഞാൻ ഇത് തരാം, എനിക്കൊന്ന് അയച്ചു തരണേ. അല്ല, അജ്മൽ സാർ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഞാൻ പോയി നോക്കട്ടെ. അവൻ്റെ ജോലി സ്ഥലമൊക്കെ നിനക്കൊന്ന് കാണണമല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, അജ്മൽ സാർ എത്രയും പെട്ടെന്ന് സിനാൻ്റെ അടുക്കൽ എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനാൻ രക്ഷപ്പെടുമായിരുന്നു, അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ കഴിയുമായിരുന്നു എന്നൊക്കെ തോന്നുകയാണ്. ഒന്നുമല്ല, എന്നാലും എനിക്ക് എൻ്റെ സിനുവിൻ്റെ കൂടെ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലല്ല. ഞങ്ങൾക്ക് എന്താ റബ്ബേ ഇത്ര കുറച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആയുസ് നൽകുന്നത്? എത്ര പെട്ടെന്നാണ് ഞങ്ങൾ കുറച്ച് ദിവസം നിൽക്കുമ്പോഴേക്കും ഞങ്ങളെ നീ അകറ്റുകയാണല്ലോ. ഇപ്പോഴും ഇതാ ഞങ്ങൾ ദാമ്പത്യത്തിൻ്റെ ആ ഒരു മധുര സ്വപ്നങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴേക്കും എന്നിൽ നിന്ന് എൻ്റെ സിനുവിനെ അകറ്റി. റബ്ബേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ? അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. മുസ്സി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. എന്തായാലും ഞാൻ സിനാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. എന്താ ഇത് കഥ? നീ ഇവിടെ അവനവിടെ, അങ്ങനെ അത് പറ്റില്ലല്ലോ. ഒരുമിച്ച് ജീവിക്കുന്ന പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കണടി. ജോലിയൊക്കെ പോട്ടെ എന്ന് വെക്കണം. ജോലി ഇപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കിയാലോ ഇവിടെ എന്തെങ്കിലും അറിയുമ്പോൾ സെറ്റാക്കി തരാതിരിക്കുമല്ലോ. ഇനി അതല്ലെങ്കിൽ നാട്ടിലൊന്നും സെറ്റാക്കാമല്ലോ. അതൊന്നും വിഷയമല്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, അത് കാണാനായിട്ട് എനിക്കിഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ എത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ വേറിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പെണ്ണെ, സത്യമായിട്ടും. ഇക്ക, സത്യം പറഞ്ഞാൽ അവൾക്ക് തൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് അജ്മൽ സാറിന് തോന്നിയത്, തൻ്റെ രക്ഷകനായി വന്ന അജ്മൽ സാർ. അജ്മൽക്ക, അങ്ങ് വന്നത് എൻ്റെ ഭാഗ്യമാണ്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇൻഷാ അല്ലാ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വേറിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം. അതിനു വേണ്ടി ഞാൻ ഇനി ഇറങ്ങി പുറപ്പെടുകയാണ്. അത് അറബി വീട്ടിലാണ്. അറബി വീടായാലും എന്താ കാര്യം പറയണേ? എന്താ, എനിക്ക് എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തും. പിന്നെ ലൊക്കേഷൻ ഒന്ന് വിട്ടുവെക്കാൻ പറയട്ടോ. ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ. പിന്നെ നല്ല ഹാപ്പിയായി ജീവിക്ക്. അറബിയമ്മയുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ല, നല്ല ഹാപ്പിയാണ്. അറബിയമ്മ എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഒരു ഫ്രണ്ടായിട്ടും ഉമ്മയായിട്ടും ഇത്താത്തയായിട്ടും പല രീതിയിലും വരും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബ് റാഹത്തിലാക്കട്ടെ. അപ്പോൾ തന്നെ അതാ അജ്മൽ സാർ പറയുന്നു, അതെ സിനാൻ്റെ നമ്പർ വിട്ടില്ലേ, ഞാനെന്നാൽ പോയിട്ട് വരാം അവൻ്റെ അടുത്തേക്ക്. അല്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേർക്കും ജീവിക്കാൻ ഒരു സ്കോപ്പ് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇൻഷാ അല്ലാ. വേറിട്ട് നിന്നിട്ട് എന്താ, ആകെ കുറച്ച് കാലത്തെ ജീവിതമാണ്, അത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും വലിയ രസമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ദുനിയാവെന്ന് വെച്ചാൽ കുറച്ച് കാലമല്ലേ, അത് നല്ല ഹാപ്പിയായി ജീവിച്ചാൽ തന്നെ നല്ലൊരു ഭാഗ്യം തന്നെയല്ലേ. നിങ്ങൾ തൊട്ടടുത്തുണ്ട്, പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയണില്ല, അങ്ങനത്തെ അവസ്ഥയാണല്ലേ. ആയിക്കോട്ടെ, ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ, അറബിയമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ മുഹ്സിനയുടെ അരികിൽ നിന്ന് അജ്മൽ സാറ് തിരിച്ചു വരുന്നു.
അറബിയമ്മയോട് പറഞ്ഞു. അറബിയമ്മ, അത് എനിക്കൊരിടം വരെ പോകാണ്ട് സിനാൻ്റെ അടുക്കലേക്ക്. ആ മോനെ, എന്നാൽ പോയിട്ട് വരൂ. തലാൽ, എന്നാൽ ഞാനിറങ്ങട്ടെ. ഇനി എപ്പോഴും ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരിങ്ങളേ. എന്താ അതിങ്ങനെ? നിങ്ങൾക്ക് വരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ്. ആ അറബിയമ്മ അത് കേട്ടുകൊണ്ട് പറഞ്ഞു. അതെ അജ്മൽ, മോൻ ഒറ്റയ്ക്കല്ലേ? ആ നിന്നെപ്പോലെ തന്നെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കണം, ഒരു പെണ്ണ് വേണം. എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും, പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഒത്തു കിട്ടിയിട്ടില്ല. ഓരോന്നോരോന്ന് പ്രശ്നങ്ങൾ എങ്ങനെ ആയിട്ട് അതൊക്കെ കൊണ്ട് ഒഴിവായി പോവും. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്വത്തും സമ്പത്തും സൗന്ദര്യമുള്ളതൊന്നും എനിക്കിഷ്ടമല്ല, ആഗ്രഹിക്കണില്ല. അതെ, എൻ്റെ തലാലിനനുസരിച്ച് ഒരു പെണ്ണ്, അവനാണെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതെ, ഒരുപാടൊന്നും വേണ്ട. ഒരു പാവപ്പെട്ട കുട്ടിയായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാവപ്പെട്ട കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം, എന്നിട്ട് അവർക്ക് സമ്പത്തും എല്ലാം നൽകിയിട്ട് നമ്മളവരെ വളർത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. തലാലിനും തന്നെ അങ്ങനത്തെ ഒരു കുട്ടിയാണ് ആവശ്യം. ഇൻഷാ അല്ലാ പടച്ചറബൊന്ന് കരുതിയിട്ടുണ്ടാവുമല്ലോ, എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും. അജ്മൽ സർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അറബിയുമ്മ, എല്ലാം ശരിയാവും ഇൻഷാ അല്ലാ. പടച്ചറബൊന്ന് കണ്ടിട്ടുണ്ടാവും, അത് നമുക്ക് അള്ളാഹു നൽകും. പിന്നെ ഇപ്പം എന്താ, നമ്മൾ ടെൻഷനാണ്ട് ആവശ്യമില്ല. എപ്പോഴും ദുആ ചെയ്യുക, പഠിച്ചോനെ ഹയറായ ഇണയെ നീ നൽകണേ റബ്ബേ എന്ന്. മോനെ ദുആ ചെയ്യട്ടോ. ആര് ദുആണ് പഠിച്ചോ സ്വീകരിക്കുക പറയാൻ പറ്റില്ലല്ലോ. അറബിയമ്മ സ്നേഹത്തോടെ യാത്ര അയക്കുന്നതിന് മുമ്പായിട്ട് അപ്പോഴേക്കും അതാ ഫുഡെല്ലാം റെഡിയാക്കിയിരുന്നു. മോനെ അജ്മൽ, ഫുഡ് കഴിച്ചിട്ട് പോ. തലാൽ, മോനെ വന്നിരിക്കുക കൂട്ടിനെ. അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചു. അറബിയമ്മ, എനിക്ക് മതി മോനെ, ഇടയ്ക്കിടയ്ക്ക് വാട്ടോ. മോനെ, നീ തന്ന സമ്മാനം ഞാൻ ഒരിക്കൽ പോലും മറക്കില്ല. എനിക്ക് പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് നിസ്കരിക്കാനുള്ള ആ ഒരു സമ്മാനം. മോനെ, അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈറ. ആമീൻ. ഭക്ഷണമെല്ലാം കഴിച്ച് അതാ അജ്മൽ ഇറങ്ങുകയാണ് സിനാൻ്റെ അടുക്കിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.